നമസ്കാരം, എൻ്റെ പേര് ബോബി ഗീത. ഞാനിവിടെ ഷെഫാണ്. റെസ്റ്റോറൻറ്റ് നോക്കുന്നുണ്ട്, റൺ ചെയ്യുന്നുണ്ട്. എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ 15-20 വർഷം ഇൻ്റർനാഷണൽ ഹോട്ടലിലും ദുബായിലും ഇൻ്റർനാഷണൽ അക്രോസ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി എനിക്കറിയാമെന്നുള്ളത് എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് പകർന്നു തരാം. അതായത് എത്ര ന്യൂസാണ് ഇപ്പോൾ വരുന്നത്, അതെല്ലാം ഷോക്കിംഗ് ആണ്. എത്ര പേര് ജീവനാണ് പോലെയാണ്, എത്ര ബിസിനസ്സാണ് എഫക്റ്റ് ചെയ്യുന്നത്. ഇപ്പം എന്തുകൊണ്ട് നമ്മളെ കേരളത്തിൽ ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരും പഠിപ്പും വിവരമുള്ളവരുണ്ടായിട്ട് പോലും ഇങ്ങനെ പ്രശ്നങ്ങൾ വരുന്നത്. ഇപ്പോൾ നമ്മൾ ചെറിയ കാര്യങ്ങൾ പോലും നിസ്സാരമായിട്ട് എടുക്കൊണ്ടാണ് ഈ പ്രശ്നം വന്നത്. അതൊന്നും കുഴപ്പമില്ല, വന്നെടുത്ത് വെച്ച് കാണാമെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് കാരണമാണ് ഈ പ്രശ്നം വന്നത്. അപ്പോൾ ചെറിയ കാര്യങ്ങൾ ഒന്ന് സൂക്ഷിച്ചു കഴിഞ്ഞാൽ ബിസിനസ്സിന് കുഴപ്പമില്ല, ആൾക്കാരുടെ ജീവന പ്രശ്നം വരില്ല. ഇതെല്ലാം വേണം നമുക്ക്. അപ്പോൾ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ അത് യൂസ് ചെയ്യുക, ഇല്ലെങ്കിൽ തള്ളിക്കളയാം, കുഴപ്പമില്ല. എപ്പോഴും സ്ക്രോൾ ചെയ്ത് മാറ്റുന്നത് പോലെ അങ്ങ് വിട്ടുകളയാം. പക്ഷേ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ട്. സോ ലിസൺ ടു 10 points what I'm going to say. 10 പോയിന്റ് ഞാൻ പറഞ്ഞുതരാം, ഒന്ന് നോക്കുക. ഇപ്പോൾ ഏറ്റവും പ്രശ്നം വന്ന 2 ഫുഡ് എന്ന് പറഞ്ഞാൽ ഒന്ന് കുഴിമന്തി അല്ലെങ്കിൽ മന്തി അറബിക് സ്റ്റൈൽ ഫുഡും, പിന്നെ ഒന്ന് വന്നിട്ട് ഷവർമയാണ്. ഇതെല്ലാം അടിപൊളിയാണ്, നല്ല ഫുഡാണ്, ഞാൻ കഴിച്ചിട്ടുണ്ട്. ഞാൻ തിരഞ്ഞു പിടിച്ച് ദുബായിലുണ്ടാകുമ്പോൾ പോയി കഴിച്ചിട്ടുള്ള സാധനങ്ങളാണ്. പക്ഷേ എങ്ങനെ ഇത് കുക്ക് ചെയ്യും, എങ്ങനെ ഇതിൻ്റെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി റൂൾ മെയിൻറ്റെയിൻ ചെയ്ത് എങ്ങനെ ഫോളോ ചെയ്യാം, റീഹീറ്റ് ചെയ്യണത് ഇമ്പോർട്ടൻ്റ് ആണ്, കുക്ക് ചെയ്യണത് ഇമ്പോർട്ടൻ്റ് ആണ്, അതിനെ സ്റ്റോർ ചെയ്യണത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം നിങ്ങൾ ഫോളോ ചെയ്യില്ലെങ്കിൽ ഏറ്റവും വലിയ ഡേഞ്ചറാണ്. പിന്നെ തട്ടിപ്പോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ആലോചിക്കുക, ഇതെല്ലാം കഴിക്കുന്നതിന് മുന്നേയും അത് കുക്ക് ചെയ്യുന്നതിന് മുന്നേ. സോ ഫോർ ദ 10 points, 10 പോയിന്റ് എന്ന് പറയുമ്പോൾ സോഴ്സിങ്, നിങ്ങൾ എവിടെ നിന്നാണ് വാങ്ങിക്കുന്നത് അത് ഇമ്പോർട്ടൻ്റ് ആണ്. ആ സ്ഥലം ഹൈജീനാണോ, അവിടെ നല്ല പോലെയാണോ ചിക്കൻ വളർത്തുന്നത് അല്ലെങ്കിൽ കില്ല് ചെയ്യണത്, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അത് നോക്കുക. അവിടെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യണോ, എപ്പോഴും കോൾഡ് സാധനം അല്ലാതെ മീറ്റ് എന്തായിരുന്നാലും ഫ്രിഡ്ജിൽ വയ്ക്കണോ, ഫ്രിഡ്ജിൻ്റെ ടെമ്പറേച്ചർ 5 ഡിഗ്രി താഴെ വയ്ക്കണം. ബിലോ 5 degree, ദറ്റ് ഈസ് ക്രൂഷ്യൽ. അത് നോക്കണം. നിങ്ങൾ സാധനം വാങ്ങിച്ചിട്ട് പറഞ്ഞത് ടെമ്പറേച്ചർ കൺട്രോൾഡ് വെഹിക്കിളാണോ, അത് നോക്കണം. അതില്ലെങ്കിൽ ഇത്രയും പെട്ടെന്ന് എങ്ങനെ ഐസെങ്കിലും ഇട്ടിട്ട് ഐസ് ബോക്സിൽ എങ്ങനെ കൊണ്ടുവരാൻ നോക്കുക. അപ്പോൾ അത് എക്സ്പോസ്ഡ് ആവില്ല. ചിക്കനൊക്കെ പെട്ടെന്ന് റൂം ടെമ്പറേച്ചർ വന്നു കഴിഞ്ഞാൽ തന്നെ ഡേഞ്ചറാണ്. അടുത്തത് റിസീവിങ് സ്റ്റോറേജ്. അത് ഇപ്പം നിങ്ങൾ വലിയ ഹോട്ടലാണെങ്കിൽ അവിടെ എങ്ങനെ റിസീവ് ചെയ്യണം, സ്റ്റോർ ചെയ്യണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. എഗെയിൻ ഹാൻഡിൽ ചെയ്യുക, ഗ്ലൗസ് ഹാൻഡിൽ ചെയ്യുക, ക്രോസ് കണ്ടാമിനേഷൻ വരാതെ നോക്കുക. അതായത് കട്ട് ചെയ്യണത് ഏരിയയും കുക്ക് ചെയ്യുന്ന സാധനവും ഒരുമിച്ച് വെക്കാൻ പറ്റില്ല. റെഡി ടു ഈറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോൾ കഴിക്കാൻ പറ്റുന്ന സാധനവും റോ മീറ്റും അടുത്തിരിക്കരുത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ കൈ പോലും കഴുകാതെ മറ്റൊന്നിന് തൊടരുത് പ്ലീസ്. അപ്പോൾ സ്റ്റോറേജിൽ ഇമ്പോർട്ടൻറ്റ്. പിന്നെ പ്രിപ്പയറിങ് ഏരിയ, ഇത് 3ാമത്തെ പോയിന്റ്. പ്രിപ്പയറിങ് ഏരിയ ക്ലീൻ ആയിരിക്കുക. ചോപ്പിംഗ് ബോർഡ് ഒരു റെഡിനുള്ളത്, അതായത് എന്ത് ചോപ്പിംഗ് ബോർഡ് യൂസ് ചെയ്താലും കളർ കോഡിങ് ഇപ്പം എന്താണ് ലോ എന്ന് വെച്ചാൽ അത് നോക്കുക. അതുവരെ ഒരിക്കലും ഒരു റോ കട്ട് ചെയ്യണ ചോപ്പിംഗ് ബോർഡ് എടുത്തിട്ട് കുക്ക് ചെയ്ത സാധനം കട്ട് ചെയ്യാൻ പോകരുത്. അപ്പോൾ അതിനെല്ലാം സെപ്പറേറ്റ് വയ്ക്കുക. പറ്റുമെങ്കിൽ നൈഫിനെ സെപ്പറേറ്റ് വയ്ക്കുക. ഒരു കാര്യം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് വാഷ് ചെയ്ത് അടുത്തത് ചെയ്യരുത് പ്ലീസ്. പിന്നെ കുക്കിങ് എപ്പോഴും അതിലൊരു ഒരു 100 രൂപയ്ക്കകത്തേ ആവുള്ളായിരിക്കും ഇന്ത്യൻ മണിയിൽ നോക്കുമ്പോൾ. ഇപ്പോൾ ആമസോണിൽ തന്നെ ഓർഡർ ചെയ്യാൻ പറ്റും. ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുന്ന മെഷീനുണ്ട്, അതായത് ഫുഡ് കുക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യേണ്ട സാധനം. നമ്മുടെ പനി വരുമ്പോൾ നോക്കണം ആ സാധനമല്ല. ഇത് കുത്തി ഇതിനകത്തൊരു നീഡിൽ പോലൊരു സാധനമുണ്ട്, അതിൽ കറക്റ്റ് അറിയാൻ പറ്റും ടെമ്പറേച്ചർ. അപ്പോൾ എങ്ങനെയായാലും കുക്ക് ചെയ്തുള്ള ഫുഡ് 72 മുകളിൽ എത്താൻ നോക്കുക. 72 മുകളിൽ 1 സെക്കൻഡ് 2 സെക്കൻഡെങ്കിലും അത് അതിൽ കാണിക്കുക റീഡിങ്ങിൽ. 72 ആണെങ്കിൽ ഓക്കെ, നല്ലതാണ്. നിങ്ങൾക്ക് അങ്ങനെ സെർവ് ചെയ്യാം. ഫ്രഷ് ഫുഡ് സെർവ് ചെയ്യുന്ന റെസ്റ്റോറൻ്റ് ആണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് അത് സ്റ്റോർ ചെയ്ത് പിന്നെ ബൾക്കായിട്ട് ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വീണ്ടും പോർഷനായിട്ട് റീഹീറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അതിനെ കൂൾ ചെയ്ത് നോക്കുക. അപ്പോൾ അതിനെ പറയേണ്ടതാണ്. ഓക്കെ, ഓൺ സെർവിങ്, അത് 5ാമത്തെ പോയിന്റാണ്. ഇമീഡിയറ്റ് സെർവ് ചെയ്യുക, പോവുക. പിന്നെ ചിൽ ആൻഡ് കൂൾ സ്റ്റോറേജ് ആണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ അതിന് ബ്ലാസ്റ്റ് ചില്ലർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അല്ലെങ്കിൽ ബ്ലാസ്റ്റ് ഫ്രീസർ. ഇത് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അഫോർഡ് ചെയ്യുക, വലിയ റെസ്റ്റോറൻ്റ് ആണെങ്കിൽ. ഇല്ലെങ്കിൽ ഐസിൽ കൂൾ ചെയ്യാൻ നോക്കുക ഈ ഡിഷ്. അതായത് കണ്ടെയ്നർ ഒരു ഐസ് ബാത്തിൽ അല്ലെങ്കിൽ ഐസ് വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ട് അതിനെ കൂൾ ചെയ്യുക എത്രയും പെട്ടെന്ന്. അതായത് 90 മിനിറ്റിൽ 90 മിനിറ്റ്സിനകത്ത് അതിനെ കൂൾ ചെയ്ത് 5 ഡിഗ്രിയിൽ താഴെ കൊണ്ടുവരിക. എന്നിട്ട് പോർഷനാക്കി ഫ്രിഡ്ജിൽ വെച്ചോളൂ. പിന്നെ റീഹീറ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് എബോവ് 72 കൊണ്ടുവരിക. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് 7ാമത്തെ പോയിന്റാണ്, റീഹീറ്റിംഗ്. ഓക്കെ, റീഹീറ്റ് ചെയ്യുന്ന ഫുഡും 72 ഡിഗ്രിയിൽ കൂടുതൽ വരിക. ചെക്ക് ചെയ്യണം എങ്ങനെയാണ്, പ്രോബ് യൂസ് ചെയ്തിട്ട്. ഓക്കെ, ടേക്ക് അവേ ഇപ്പം മിക്ക പ്രശ്നം വന്നിരിക്കുന്നത് വീട്ടിൽ പോയിട്ട് ആൾക്കാർ കഴിച്ചിട്ടാണ് ടേക്ക് അവേ കൊണ്ടുപോകുമ്പോൾ. ടേക്ക് അവേ കൊണ്ടുപോകുമ്പോഴത്തേക്ക് നിങ്ങൾ പറ്റുമെങ്കിൽ അതിൽ നോട്ടീസിൽ ഇത് ഇടുക, ഒരു ചെറിയ ലൈനെങ്കിലും ചെയ്ത് വെക്കുക. ഫുഡ് നീഡ് ടു ബി ഈറ്റൻ, അതായത് ഫുഡ് ഒരു മണിക്കൂറിനകത്തെങ്കിലും കഴിക്കുക.
എന്നാൽ ഒരു കുഴപ്പമില്ല. ഇതിപ്പം മിക്കവരും പ്രശ്നം പറ്റുന്നത് വീട്ടിൽ വെച്ചിട്ട് നാളെയോ പിറ്റന്നാളോ എടുത്ത് കഴിക്കും. ചിലപ്പോൾ ഇവർ യാത്ര ചെയ്യാൻ 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് വീട്ടിൽ എത്തുന്നത്. അപ്പോൾ അത് ഓൾറെഡി അതിൻ്റെ ടെമ്പറേച്ചർ ഡൗൺ ആയി. എന്നിട്ട് അതിനെ വേണമെങ്കിൽ എടുത്ത് ഫ്രിഡ്ജ് വയ്ക്കും, ഇല്ലെങ്കിൽ വെളിയിൽ വയ്ക്കും, മറന്നു ചിലപ്പോൾ ഫ്രിഡ്ജ് വയ്ക്കാൻ, എന്നിട്ട് രാത്രി എടുത്ത് ഫ്രിഡ്ജ് വയ്ക്കും. പിന്നെ അത് റീഹീറ്റ് ചെയ്യുമ്പോൾ ജസ്റ്റ് ടച്ച് ചെയ്ത് നോക്കിയുള്ളൂ നമ്മൾ, ചൂടായോ ചൂടായി എടുത്ത് കഴിക്കും. പക്ഷേ അത് ബാക്ടീരിയ കൊല്ലില്ല. അത് ഏറ്റവും ഡേഞ്ചറാണ്. അതായത് 5 ഡിഗ്രി ടു 60 ഡിഗ്രി 63 ഡിഗ്രിയിലാണ് ബാക്ടീരിയ ഏറ്റവും ഹൈ ഗ്രോത്ത് ആണ്. ഇപ്പോൾ വാം ഫുഡ് ആണെങ്കിൽ ഡബിൾ ബാക്ടീരിയ ആയിരിക്കും, അല്ലെങ്കിൽ ബാക്ടീരിയൻ്റെ എണ്ണം കൂടുതലായിരിക്കും. അപ്പോൾ 72 മുകളിൽ എന്തായാലും അത് റീഹീറ്റ് ചെയ്തേ പറ്റൂ. അത് ജനങ്ങളിൽ, അതായത് നിങ്ങളുടെ കയ്യിലാണ്. ഇപ്പോൾ വീട്ടിൽ കൊണ്ടുപോയി അത് ടേസ്റ്റ് ചെയ്യണേ, അത് റീഹീറ്റ് ചെയ്യണമെങ്കിൽ പ്ലീസ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ജീവൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഇത് ചെക്ക് ചെയ്യുക. ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മൾ ഇത് കാണിക്കുന്നതുകൊണ്ടാണ്, അതായത് നെഗ്ലിജൻസ് കാണിക്കുന്നതുകൊണ്ട് ഈ പ്രശ്നം വന്നത്. ഇപ്പോൾ ടേക്ക് അവേ വന്നിട്ട് 8ാമത്തെ പോയിന്റ്. പിന്നെ 9ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഗെറ്റ് ഹെൽപ്പ് ഓർ സപ്പോർട്ട്. ഗവൺമെൻറ് ഈസ് ദയർ ടു സപ്പോർട്ട് യു, സപ്പോർട്ട് ദ ബിസിനസ്, സപ്പോർട്ട് പീപ്പിൾ. സോ ഇഫ് യു നീഡ് ഹെൽപ്പ്, ഗെറ്റ് സപ്പോർട്ട്. There are agencies, they can help you with F&B related health and safety guidelines, everything. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഹെൽപ്പ് വേണോ, എന്തെങ്കിലും ഡയറക്റ്റ് ഹെൽപ്പ് വേണോ, എന്നെ മെസ്സേജ് ചെയ്യുക. ഞാൻ അറിയാമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് എന്നെ ഇൻസ്റ്റാഗ്രാം ഷെഫ് ബോബി ഗീത ഇൻസ്റ്റാഗ്രാം ഉണ്ട്, അതിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം. നോ ഫീസ്, നത്തിങ്. ഇറ്റ്സ് ഹാപ്പി ടു ഹെൽപ്പ്. കാരണം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിൽ എത്ര ടൂറിസമാണ്. അപ്പോൾ നമ്മളിങ്ങനൊരു ന്യൂസ് വന്നു കഴിഞ്ഞാൽ അത് ടൂറിസത്തിനെ ബാധിക്കും, റവന്യൂ ബാധിക്കും, ഗവൺമെൻറ്റിനെ ബാധിക്കും, നമ്മുടെ ജീവിതത്തിനെ ബാധിക്കും. പ്ലീസ്, അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്, അത് കേൾക്കുക. 10 ഓണേഴ്സ് ഓഫ് ബിസിനസ് യു ഹാവ്. ബിസിനസ് ഓണർ ആണെങ്കിൽ ഒരു വലിയൊരു റോളുണ്ട്. നമ്മൾ പൈസ നോക്കുക, അല്ലെങ്കിൽ ഓവറോൾ മോഡൽ നോക്കുക. നോക്കി നടന്നു കഴിഞ്ഞാൽ ബിസിനസ്സിന് ഡേഞ്ചറാണ്. കണ്ടില്ലേ, ഇപ്പോൾ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എങ്ങനെ അത് ബാധിക്കുക, നേരെ ഓണറിനെ ബാധിക്കുക. അപ്പം നിങ്ങൾ കുറച്ചും കൂടി ഒന്ന് ഷൂഡായി കഴിഞ്ഞാൽ, അതായത് പോയി ചെക്ക് ചെയ്യുക, നേരെ ഫ്രിഡ്ജ് തുറക്കുക, അല്ലെങ്കിൽ ബാക്ക് ഏരിയ പോവുക, എന്തെങ്കിലും ക്ലീൻ ആയിട്ടാണ് വയ്ക്കണത്, ആൾക്കാർ കൈ കഴുകുന്നുണ്ടോ, അതായത് സിഗരറ്റ് സ്മോക്ക് ചെയ്യാൻ വെളിയിൽ പോയി കഴിഞ്ഞാൽ അവർ വന്നിട്ട്, അല്ലെങ്കിൽ ടോയ്ലറ്റ് വിസിറ്റ് ചെയ്ത് അവർ കൈ കഴുകിയിട്ടാണോ അകത്ത് വരുന്നത്, അല്ലെങ്കിൽ നേരെ ടേസ്റ്റ് ചെയ്യുന്നത് കയ്യിൽ ഇങ്ങനെ നക്കിയിട്ടാണോ ടേസ്റ്റ് ചെയ്യുന്നത്, അതൊക്കെ നോക്കുക. അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ എനിക്ക് അസുഖമുണ്ട്, ഞാൻ നേരെ നക്കി ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫുഡിനെ ബാധിക്കും. നേരെ എൻ്റെ ബാക്ടീരിയ നേരെ ഫുഡിൽ പോകും. പ്ലീസ്, ഇതെല്ലാം അതുകൊണ്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഓണേഴ്സ്, നിങ്ങൾ കുറച്ചും കൂടി ഒന്ന് ഇതായി കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് ഡെവലപ്പ് ആവും. അത് മാത്രമല്ല, ബിസിനസ് ലോസ് ആവില്ല, ആൾക്കാരുടെ ജീവനും ബാധിക്കില്ല. അപ്പം നിങ്ങളുടെ കയ്യിലാണ് എല്ലാം അവസാനം വന്നിട്ട്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. പ്ലീസ്, ഇതാണ് എൻ്റെ 10 പോയിൻറ്റ്സ്. എനിത്തിങ് യു നീഡ് ഹെൽപ്പ്, ലെറ്റ് മീ നോ. ഓക്കെ, ഐ ക്യാൻ ഹെൽപ്പ് യു വട്ട് എവർ ഐ ക്യാൻ. എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് വേണമെങ്കിൽ ഞാൻ അയച്ചുതരാം. ഡെയിലി ഫ്രിഡ്ജ് ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുക, ഡെയിലി കിച്ചൺ ഏരിയ ചെക്ക് ചെയ്യുക, ഓപ്പണിംഗ് ആൻഡ് ക്ലോസിങ്. രാവിലെ കിച്ചൺ തുറക്കുമ്പോൾ എങ്ങനെ ചെക്ക് ചെയ്യണം, എല്ലാ മുക്കും മൂലയും ചെക്ക് ചെയ്യുക. ക്ലോസ് ചെയ്തിട്ട് പോകുമ്പോഴും മുക്കും മൂലയും ചെക്ക് ചെയ്യുക. പ്ലീസ്, ക്ലീൻ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫുഡ് കൊടുക്കാം, നല്ല ഭക്ഷണം കൊടുക്കാം, ആരോഗ്യത്തോടെ ജീവിക്കാം. ഇമ്പോർട്ടൻ്റ് ആണത്. പ്ലീസ്, അറിയാമെന്നുള്ളത് ഞാൻ പറഞ്ഞു തരണം. ഇനി ഹെൽപ്പ് ചെയ്യാം, സന്തോഷമുള്ള ഹെൽപ്പ് ചെയ്യണമെങ്കിൽ. ഓക്കെ, നന്ദി, നമസ്കാരം, താങ്ക് യു.